വിശ്വേട്ടാ, 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 ഈ സമയത്ത് ഇത് എവിടെ പോയി? വിശ്വേട്ടാ, ഇവളുള്ള കാരണം ഉറക്ക വിളിക്കാനും വയ്യ. വിശ്വേട്ടാ, 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 അയ്യോ വിശ്വേട്ടാ, 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 നീ അളിയനെ കണ്ടോടാ പപ്പ? ഇല്ല. അയ്യോ ചേട്ടൻ എവിടെ പോയോ? സിറ്റിയാണ്. ആരെങ്കിലും കിഡ്നാപ്പ് ചെയ്തിട്ട് പോയിട്ടുണ്ടോ? അപ്പുറത്ത് നീലാവതി ചെയ്തു. അയ്യോ ചേട്ടാ, വിശ്വേട്ടാ, അളിയാ, വിശ്വേട്ടാ, അളിയാ, വിശ്വേട്ടാ എവിടെയാ? അളിയാ, വിശ്വേട്ടാ, അളിയാ, വിശ്വേട്ടാ, തന്നെടാ ഇത് കിഡ്നാപ്പ് തന്നെ. അയ്യോ എന്റെ കയ്യും കാലും ഒക്കെ തളർന്നടാ അനിയാ. വതരരുത്, പിടിച്ചു നിൽക്കണം. അയ്യോ അളിയോ, ഈശ്വരാ, എന്റെ നക്ഷത്ര ഭഗവതി. വിശ്വേട്ടാ ഇവിടെ എങ്ങും ഇല്ലല്ലോടാ. അളിയോ, പതുക്കെ പതുക്കെ പറ. വിശ്വേട്ടാ, വിശ്വേട്ടാ, എന്റെ ഈശ്വര എന്ത് അത്യാഹിതം പിടിച്ച പരിപാടിയായി കാണിച്ചു വെച്ചിരിക്കുന്നത്. എനിക്ക് അകത്ത് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല സതി. ഇത്തിരി കാറ്റോട്ടം വേണം, എന്നാലല്ലേ സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റും. ചേട്ടാ അവളെങ്ങാനും ഇത് കേട്ടാ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. നോക്കണം ചേട്ടാ, നോക്ക്, ഇവിടെ കാറ്റ് ഫാനിന്നേ കിട്ടൂ, അല്ലെങ്കിൽ എ സിന്ന്. സാധാരണ രീതിയിലുള്ള കാറ്റ് എപ്പോഴും കിട്ടിക്കൊണ്ടിരുന്നാൽ പിന്നെ സിറ്റി നാട്ടുമ്പുറവും തമ്മിൽ എന്തായിട്ടാ വ്യത്യാസം? നമ്മൾ സ്ഥിരം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാത്തിനും എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസം വേണം. സന്തോഷമുള്ള അധ്വാനം, സുഖമായ ഉറക്കം, ഇത് രണ്ടും മനുഷ്യർക്ക് അത്യാവശ്യമല്ല സതി. ദൈവമേ, അയ്യോ ചേട്ടാ, സിറ്റി ജീവിക്കണമെങ്കിൽ എപ്പോഴും മനസ്സിൽ എന്തെങ്കിലും ഒരു ടെൻഷൻ വേണം. അഥവാ ടെൻഷൻ ഇല്ലെങ്കിൽ നമ്മൾ അത് ഉണ്ടാക്കിയെടുക്കണം. നിങ്ങൾ എന്ന് കടന്നു. അയ്യോ എന്റെ ദൈവമേ, ഇന്ന് അവളത് കാണും. ഒന്ന് വായിട്ടാ പ്ലീസ്, വന്നേട്ടാ. ഉറങ്ങാനും സമ്മതിക്കുകയല്ല. എടുക്കട്ടെ, എന്തൊരു കഷ്ടമാണ്. എടുത്തോണ്ട് വാ. ഓ എന്റെ ദൈവമേ, വന്നേ, വാടാ, വാ. നടന്നോ, കഥ പടച്ചോണേ. ശരി. With web chat, you can communicate in real time with people all around the world. In most cases, you don't need any special software, just your web browser. Once you enter the chat, it is a web page. ഈ ഷർട്ട് പുറത്തോട്ടങ്ങിട്ടെ. Special software, you can choose to read the messages. എന്തായി കാണിക്കുന്നേ? പുറത്തിടാൻ പറഞ്ഞു. പുറത്തോട്ടല്ല, ബനിയന്റെ പുറത്തോട്ടിടാനാ പറഞ്ഞു. എന്താ ലീലാവതി ഇത്? ഇനി വീട്ടിലെ നരേട്ട ഷർട്ട് ഇട്ട് നിന്നാ മതി, ബനിയൻ വേണ്ട. ഷർട്ട് ചുമ്മാ ഇരിക്കുന്നുണ്ടോ ലീലാവതി? എന്നിട്ട് കുരങ്ങ് കളിപ്പിക്കാതെ. കാര്യമായിട്ടാണോ നരേട്ടൻ പറഞ്ഞേ? കാര്യമായിട്ട് തന്നെ. വെറുതെ മനുഷ്യൻ മെനക്കെടുത്ത. ഓ തുടങ്ങി. കരയാനല്ല ഞാൻ പറഞ്ഞത്. കരയിച്ചിട്ട് കരയിക്കാനല്ല പറഞ്ഞെന്നോ. വിവാഹം കഴിഞ്ഞിട്ട് 10 വർഷമായി. എന്റെ മനസ്സ് കാണാൻ ഇതുവരെ നേരിട്ട് കഴിഞ്ഞില്ലല്ലോ. കുരങ്ങ് കളിപ്പിക്കാത്രേ, കുരങ്ങ് കളിപ്പിക്കാന്ന്. നമ്മൾ പെണ്ണുങ്ങൾക്ക് കരയാനല്ലേ മോളെ വിധിച്ചിട്ടുള്ളൂ. നിന്റെ അച്ഛൻ പറയാ ഞാൻ നിന്റെ അച്ഛനെ കുരങ്ങ് കളിപ്പിക്കാന്ന്. മോള് പോ, ചെന്നിരുന്ന് പഠിക്ക് പോ. അച്ഛനെ കാണാൻ കുരങ്ങ് പോലെ അല്ലല്ലോ. ഓടി. ഷർട്ടെങ്കിൽ ഷർട്ട്. That way, people will share interest, get a chance to interact with each other. മതിയോ? The first step is to locate a chat room that interests you. പക്ഷേ ഇതൊരു തുടക്കം മാത്രമല്ല നരേട്ടാ. അവളുടെ ഭർത്താവിന്റെ ഡ്രസ്സുകൾ കണ്ടിട്ടില്ലേ? അതിന്റെ അപ്പുറത്തെ വേഷങ്ങൾ വേണം നരേട്ടൻ ഇനി മുതൽ ഇടാനായിട്ട്. വീട്ടിൽ ബാൻഡ് മതി, പാന്റും ഷർട്ടും. നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ വരാൻ പോകുന്ന നരേട്ടാ. നാളെ മുതൽ ഞാനും ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. ഇവിടെ ഇരുന്ന് അങ്ങനെ വായിക്കണ്ട, ഇവിടെ വായിരുന്നിട്ട്. അയ്യടാ, നാളെ പരീക്ഷയല്ലേ, ഒരു നാളില്ലാത്ത വായന. ചേച്ചി, എന്തോന്നാടാ ചേച്ചി, അളിയനെ കാണാനില്ല. ചതിച്ചോ ദൈവമേ എന്റെ ഈശ്വര. അയ്യോ മുണ്ടു കൊടുത്തോണ്ടായിരിക്കും ഇങ്ങനെ പോയത്. മനുഷ്യനെ നാണം കെടുത്തി ഇല്ലാതാക്കുമല്ലോ. വാടാ, വാ വാ, എന്റെ വിധി.
ഡീസന്റ് ആയിട്ട് വാ. എടാ പപ്പ, അവൾ ഉറക്കം ഒഴിച്ചില്ലെന്ന് തോന്നടാ. അവിടെ കണ്ണിപ്പെടുന്നതിന് മുമ്പ് എവിടെന്നെങ്കിലും പോയി തപ്പിക്കൊണ്ട് വാടാ. ചെല്ല് ചെല്ല്, ഓടിപ്പോടാ. പോ പോ. ഈശ്വരാ, ഇയാളെന്നെ നാണം കെടുത്തി അടങ്ങത്തുള്ളേ. അതെ, ഒരാളിനെ കണ്ടോ? ഒരാളോ? ഒരുപാട് ആൾക്കാരെ കണ്ടു. അതിനൊരു മുട്ട അല്ല, മുട്ടയോ? കഷണ്ടി ആ, കറുത്ത് വണ്ണിച്ച് വയർ അങ്ങനെ ഒരാൾ ദോ അവിടെ നിൽപ്പുണ്ട്. അവിടെ നിൽക്കുന്നു. ആ. ഓ ശരി. അളിയ അളിയ അളിയന് എന്തോ പണിയാ കാണിച്ചത്? എന്താ കാര്യം? അപ്പുറത്ത് ആ സ്ത്രീ കണ്ടിരുന്നെങ്കിൽ സകല വില പോകില്ലായിരുന്നോ? എനിക്ക് അവിടെ കിടന്നിട്ട് ഉറക്കം വന്നില്ല. എങ്ങനെയാ നേരം വെളുപ്പിച്ചെന്ന് എനിക്ക് മാത്രം അറിയാം. അളിയൻ വാ, ആരും കാണാൻ നമുക്ക് വീട്ടിലേക്ക് കയറാം. ഞാനില്ല, ഞാൻ ഇത്തിരി കാറ്റ് കൊണ്ടോട്ടെ. അവിടെ ഫാനിന്റെ ചോട്ടി ഇരുന്നാൽ മതി, കാറ്റ് കിട്ടും. അളിയൻ വന്നേ, വാ. എന്താ പപ്പ ഇത്? നിക്ക് 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 നിക്ക്. അയ്യോ അളിയ അളിയ, ഞാനില്ല. എന്താടാ ഇത്? എന്നെ തള്ളല്ലേ? ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. കേറ് അകത്ത്. കേറ് കേറ്. വാടാ, കഥ വടക്കടാ. അവള് കണ്ടോടാ? ഇല്ല. ഓ ഓ ഓ, ഇപ്പോഴാ എന്റെ നല്ല ശ്വാസം വീണത്. എന്ത് കണ്ണിച്ചോരയില്ലാത്ത പണിയാ വിശ്വേട്ടനീ കാണിച്ചത്? ഇത്രയും സുഖ സൗകര്യങ്ങളുള്ള വീട്ടിൽ നിന്ന് ഇറങ്ങി റോഡിൽ പോയി നിൽക്കുന്നു. ചേച്ചി, ചേച്ചിയുടെ ഒരു കണ്ണ് എപ്പോഴും എന്റെ മേൽ തന്നെ ഉണ്ടായിരിക്കും. എന്തിനാടാ ഒരു കണ്ണ്? ഈ രണ്ട് കണ്ണും എന്റെ ചേട്ടന് വേണ്ടി ഞാൻ ഒഴിഞ്ഞു വെച്ചിരിക്കുകയല്ലോ. ഇനി ആവട്ടെ, ഞാൻ നോക്കിക്കോളാം അവിടെ. എന്റെ ഏട്ടാ, അറിയാവല്ലോ, നമ്മൾ ഇവിടെ സുഖവാസത്തിനാ വന്നത്. മാക്സിമം സുഖം അനുഭവിക്കണം. എന്റെ പൊന്ന് സതി, ശരീരം എനിക്ക് ഒരു ജോലിയും ചെയ്യാതെ കുത്തിയിരിക്കാൻ എനിക്ക് വയ്യ. അപ്പൊ ശരീരം അനങ്ങണം, അത്രയല്ലേ?